ഒരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഒരു സ്കാം ദുബായിൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മെട്രോ സ്റ്റേഷന്റെ എക്സിറ്റ് എൻട്രി ആ ഭാഗത്ത് പുറത്ത്, അതായത് റോഡ് സൈഡിൽ ലൈസൻസിന്റെ ഓഫേഴ്സ്, ഡ്രൈവിംഗ് ലൈസൻസ് ഓഫറിൽ എടുത്തു കൊടുക്കുന്നത് പറഞ്ഞിട്ടുള്ള 2-3 ആൾക്കാർ നിൽക്കുന്നുണ്ടാവും വഴിയിൽ. ലൈസൻസ് ഓഫർ ഡ്രൈവിംഗ് ലൈസൻസ് ഓഫർ എന്ന് പറഞ്ഞിട്ട് അതില് എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം സ്കാം ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ അവെയർ ആയിട്ടിരിക്കണം. കാരണം അവർ പറയണത് 3500 ലൈസൻസ്, ഫുള്ള് പാക്കേജ് ലൈസൻസ്, അതിൽ നിങ്ങൾ ഇനീഷ്യലി ഇപ്പോൾ 100 ദിർഹംസ് കൊടുത്താൽ മാത്രമാണ് ഈ ഓഫർ കിട്ടുള്ളൂ. സ്പോട്ടിൽ 100 ദിർഹം കൊടുക്കണം. അതുപോലെ തന്നെ റിസീപ്റ്റും കാര്യങ്ങളൊക്കെ വരും, ബ്രോഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനിയുടെ പേരും ഉണ്ടാവും അതിൽ. ഇത് പറയാൻ കാരണം എന്റെ ഒരു കൊളീഗും ഞാനും ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി. അതായത് ഞങ്ങൾ മെട്രോ സ്റ്റേഷന്റെ ആ ഭാഗത്ത് പോണ സമയത്ത് കൊളീഗ് അവനക്ക് ലൈസൻസ് ഉണ്ടാവില്ല. അപ്പൊ ലൈസൻസ് എടുക്കണ ഒരു കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞങ്ങള് അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞു ഇപ്പൊ എടുത്താലും കിട്ടുള്ളത് രാത്രിയാണ്, വൈകുന്നേരം ഒരു 7 മണി 8 മണി ഉണ്ടാവും. ആ സമയത്ത് ഇപ്പൊ എടുക്കണം, നാളേക്ക് അത് കിട്ടില്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ അവർക്ക് ടാർജറ്റും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള ലെവലിലാണ്. അവർ നന്നായിട്ട് കൺവിൻസ് ചെയ്യും, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫ്രീ, എല്ലാം ഫ്രീ ആണ്. അപ്പൊ നമ്മൾ കേട്ട ദുബായിൽ ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. കാരണം ഒരുപാട് എക്സ്പെൻസീവ് ഉള്ള ഒരു പരിപാടിയാണ്. അവിടെ നമുക്ക് ഓഫർ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ ചാടും. അപ്പൊ 100 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റെസിപ്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ ആദ്യം ചോദിച്ച് ഇത് നാളെ വന്നാൽ കിട്ടുമോ, അല്ലെങ്കിൽ ഇത് ഓഫീസിൽ പോയാൽ കാര്യങ്ങൾ സെയിം ഓഫർ കിട്ടും. അപ്പൊ അവർ ഓഫീസിൽ പോയാൽ സെയിം ഓഫർ കിട്ടൂല, ഇത് റോട്ടിൽ ഇവിടെ ഇങ്ങനെ ഇവർക്ക് മാത്രം പെർമിഷൻ ഉള്ള ഈ ഓഫർ കൊടുക്കാൻ. ബട്ട് പിറ്റേ ദിവസം ഞങ്ങൾ അപ്പോൾ എടുത്തില്ല. പിറ്റേ ദിവസം ഓഫീസിൽ പോയി ചോദിച്ചപ്പോ അങ്ങനത്തെ ഒരു പരിപാടി ആ ഓഫീസിനില്ല, അങ്ങനത്തെ ഒരു ഓഫറും ഇല്ല. സെക്കൻഡ് ഡേ ആ ഒരു ടീമിനെ ഞാൻ അവിടെ കണ്ടിട്ടുമില്ല. അപ്പൊ എല്ലാരും അവെയർ ആയിട്ടിരിക്കുക, ഇങ്ങനത്തെ സ്കാമിൽ പോയിട്ട് ചാടാണ്ടിരിക്കുക. കാരണം എന്ത് പരിപാടി ആയിക്കട്ടെ, ലൈസൻസും അങ്ങനെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളായിട്ട് വരുമ്പോ ജെന്യൂനിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതായത് എല്ലാത്തിനും പ്രൈസിന് ഭയങ്കര കുറവായിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജെന്യൂനിറ്റി നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. അല്ലാണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പോയി. ഓക്കെ, അപ്പൊ എല്ലാരും അവെയർ ആയിട്ടിരിക്കുക. ലിവ് ഹാപ്പി.